രാജസ്ഥാനിൽ വന്ന് ഉദയ്പൂരിൽ രാജസ്ഥാനി ഡാൻസൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നെക്സ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് പിച്ചോള ലേക്കിലേക്കായിരുന്നു. ഈ ഉദയ്പൂരിലുള്ള 5 പ്ലേസുകൾ ഞങ്ങൾ പോയി. 5 കാണിച്ചു തന്നത് ഞങ്ങളുടെ അവിടെ നിന്നൊരു ഗൈഡായിരുന്നു. ഗൈഡിനെ കണ്ടുമുട്ടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റി പാലസിലേക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് അതിൻ്റെ ഫ്രണ്ടിലെത്തിയതും അങ്ങോട്ടുള്ള വഴിയില്ല, 1 വേ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വഴി ചോദിച്ചപ്പോൾ ഗൈഡ് പറഞ്ഞു ഞാനിങ്ങനെ പ്ലേസൊക്കെ കാണിച്ചു തരാം, എനിക്ക് 200 രൂപ തന്നാൽ മതി, കുറച്ച് പ്ലേസ് കാണിച്ചു തരാമെന്നൊക്കെ ആൾ പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആളുടെ കൂടെ പോയിട്ട് സെക്കൻഡ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള പിച്ചോള ലേക്കിലേക്ക് കൊണ്ടുവന്നാക്കി. ഇതെന്ന് പറയുന്നത് ഒരു ഷെയറിംഗ് ബോട്ടാണ്. അതിൽ പെർ പേഴ്സണ് 180 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ ലേക്ക് ഉണ്ടല്ലോ മാൻമെയ്ഡ് ആയിട്ടുള്ള ലേക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചുറ്റും 3 പാലസ് കാണാനായിട്ട് പറ്റും. അതിൽ 2 ഫുൾ വെള്ളത്തിലാണ്, അതായത് 4 ചുറ്റും വെള്ളമാണ്. ഒന്നെന്ന് പറയുന്നത് സിറ്റി പാലസാണ്, ജഗ്മന്ദിർ, പിന്നെ താജ് ലേക്ക് പാലസ്. ഈ കാണുന്ന മലയിലൂടെ റോപ്പ് വേ ഉണ്ടെന്നും അവിടേക്ക് പോകാമെന്നും പറഞ്ഞു. പക്ഷെ അത് പിറ്റേ ദിവസത്തേക്കാണ്. ഞങ്ങൾക്ക് പിറ്റേ ദിവസം അവിടെ നിൽക്കണ്ട, ജയ്പൂരിലേക്ക് പോകാമെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നില്ല. പിന്നെ കാണുന്ന അവിടെ മലനിര എന്ന് പറയുന്നത് ആരവല്ലി മലനിരകളാണ്. അതൊക്കെ നല്ലൊരു വ്യൂ ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു ഇതിലൊക്കെ പോകാനായിട്ട്. ഇത് കഴിഞ്ഞ് ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ രാജസ്ഥാൻ ട്രഡീഷണൽ ആയിട്ടുള്ള ബാഗ്, കമ്മൽ, വള ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ സാധനങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. പക്ഷേ അത് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളും അവിടെ തന്നെ കാണാൻ പറ്റും. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് എണ്ണമുണ്ട്. ഇതുപോലെ ഒരുപാട് ബാഗിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു, അങ്ങനെ പലതും ഉണ്ടായിരുന്നേ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നെക്സ്റ്റ് ഒരു ക്ലോത്തിങ് സ്റ്റോറിലേക്കാണ് പോയത്. അത് അടുത്ത പാർട്ടിൽ.